അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ വാലിദാതു യുർളിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈൻ ലിമൻ അറാദ അൻ യുതിമ്മ റളാഅ വഅലൽ മൗലൂദി ലഹു റിസ്ഖുഹുന്ന വകിസ്വത്തുഹുന്ന ബിൽ മഅറൂഫ് ലാ തുകല്ലഫു നഫ്സുൻ ഇല്ലാ വുസ്അഹാ ലാ തുളാറ വാലിദത്തും ബിവലദിഹാ വലാ മൗലൂദുൻ ലഹു ബിവലദിഹി വഅലൽ വാരിസി മിസ്ലു ദാലിക് ഫഇൻ അറാദാ ഫിസാലൻ അൻ തറാദിൻ മിൻഹുമാ വതശാവുരിൻ ഫലാ ജുനാഹ അലൈഹിമാ വഇൻ അറദ്തും അൻ തസ്തർളിഉ ഔലാദകും ഫലാ ജുനാഹ അലൈക്കും ഇദാ സല്ലംതും മാ ആതൈതും ബിൽ മഅറൂഫ് വത്തഖുല്ലാഹ് വഅലമു അന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ. സ്വദഖല്ലാഹുൽ അലിയ്യുൽ അളീം. ത്വലാഖിനെ കുറിച്ചുള്ള വിശദാംശങ്ങളാണ് കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ത്വലാഖിന് വിധേയമാകുന്ന സ്ത്രീ 3 ഖുറൂ വെയിറ്റ് ചെയ്യണമെന്നും അവരുടെ ഗർഭപാത്രങ്ങളിൽ അള്ളാഹു സൃഷ്ടിക്കുന്നതിനെ മറച്ചു വെക്കരുത് എന്നും ആദ്യം തന്നെ അള്ളാഹു പറഞ്ഞു. ത്വലാഖ് ചെയ്യപ്പെടുന്ന സ്ത്രീ ഗർഭിണിയാണെങ്കിൽ അവരുടെ ഇദ്ദ പ്രസവിക്കുന്നത് വരെയാണ്. ഇക്കാര്യം വളരെ വ്യക്തമായിട്ട് സൂറ ത്വലാഖിൽ അള്ളാഹു പറയുന്നു. വൗലാത്തുൽ അഹ്മാലി അജലുഹുന്ന യളഇന ഹംലഹുന്ന. ഗർഭവതികളായ സ്ത്രീകളുടെ ഇദ്ദ അവർ പ്രസവിക്കുന്നത് വരെയാണ്. പ്രസവം കഴിഞ്ഞാൽ അവർ മോചിതരാകും. പക്ഷെ പ്രസവിക്കപ്പെട്ട കുട്ടിയുടെ മുലയൂട്ടലുമായി ബന്ധപ്പെടുന്ന ഒരു വിഷയം ബാക്കിയാകുന്നുണ്ട്. ഇന്ന് നമ്മൾ പാരായണം ചെയ്ത ആയത്തിൽ അതിനെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. വൽ വാലിദാത്തു യുർളിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി. മാതാക്കൾ വൽ വാലിദാത്തു യുർളിഅന ഔലാദഹുന്ന തങ്ങളുടെ മക്കൾക്ക് മുലയൂട്ടണം. ഹൗലൈനി കാമിലൈനി 2 പൂർണ്ണമായ വർഷം. ഇവിടെ മാതാക്കൾ എന്ന് പറഞ്ഞത് വൽ വാലിദാത്തു, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുനാ മുറാദും ബിഹി ഖുസൂസുൽ വാലിദാത്തി മിനൽ മുത്തല്ലഖാത്ത്, വിവാഹമോചിതരായ മാതാക്കളെയാണ്. ബി ഖരീനത്തി സിയാഖില്ലായി അല്ലത്തി ഖബ്ലഹ. പറഞ്ഞു വരുന്ന ആയത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ ഇവിടെ ഉദ്ദേശിച്ചത് വിവാഹമോചിതരായ മാതാക്കളെയാണ്. അത്തരം മാതാക്കൾ തങ്ങളുടെ മക്കൾക്ക് 2 വർഷം മുലയൂട്ടണം. ഇത് അവരുടെ മേൽ നിർബന്ധമായ ഒരു ബാധ്യത എന്ന നിലക്കല്ല, മറിച്ച് അവരുടെ അവകാശമാണ്. അവരങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു റെക്കമെൻഡേഷനാണ്. അഥവാ ഭർത്താക്കന്മാർക്ക് കുട്ടിയെ മുലയൂട്ടാൻ വേണ്ടി മറ്റുള്ള ആർക്കും ഏൽപ്പിക്കാൻ കഴിയില്ല ഉമ്മയുടെ സമ്മതമില്ലാതെ. ഇതവർക്ക് അവകാശപ്പെട്ടതാണ്, അവരാണ് മുലയൂട്ടേണ്ടത്. അവർ 2 പേരും തൃപ്തിയോടുകൂടെ ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിക്കുകയും ചെയ്യാം. അതിനെക്കുറിച്ച് ആയത്തിൽ തന്നെ പറയുന്നുണ്ട്. അതുപോലെ മുലയൂട്ടൽ 2 വർഷത്തിന് മുമ്പായിട്ട് അവസാനിപ്പിക്കാൻ അവർ പരസ്പരം യോജിച്ച് തീരുമാനിക്കുകയാണെങ്കിൽ അതും ആകാവുന്നതാണ്. അതിനെക്കുറിച്ചും ഈ ആയത്ത് പറയുന്നുണ്ട്. അള്ളാഹു റെക്കമെൻഡ് ചെയ്യുന്നത് 2 പൂർണ്ണമായ വർഷമാണ്. ഹൗലൈനി കാമിലൈനി എന്നാണ് പറഞ്ഞത്. അറബികളുടെ യൂസേജിൽ ഹൗല് എന്നുള്ളത് കൊല്ലത്തെ കുറിക്കുന്ന പദമാണ്. അൽ ഹൗലു ഫി കലാമിൽ അറബി അൽ ആം എന്ന് ഇബ്നു അഷൂർ റഹ്മത്തുള്ളാഹി പറയുന്നു. വഹുവ മുഷ്തഖും മിൻ തഹവ്വുലി ദൗറത്തിൽ ഖമരി അവി ശംസി. അത് സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ റൊട്ടേറ്ററി മോഷൻ്റെ പീരീഡാണ്. സൂര്യനോ ചന്ദ്രനോ ഒരു തവണ അതിൻ്റെ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന ടൈം പീരീഡാണ് ഹൗല് എന്ന് പറയുന്നത്. ഇവിടെ സെനത്തൈനി എന്ന് പറയാത്തതിനെക്കുറിച്ച് ഇബ്നു അഷൂർ റഹ്മത്തുള്ളാഹി പറയുന്നു, സെനത്തൈനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1+ ഇയേഴ്സ് ആകാം, 1 വർഷവും കുറച്ച് കാലവും, അതിനും 2 വർഷം സെനത്തൈനി എന്ന് പറയും. അതേസമയം ഹൗല് എന്ന് തന്നെ പറയാൻ കാരണം പൂർണ്ണമായ ഒരു പീരീഡിനെ കുറിക്കാൻ വേണ്ടിയാണ്. അതിനെ ഒന്നുകൂടി എംഫസൈസ് ചെയ്യുകയാണ് കാമിലൈനി എന്ന പദം കൊണ്ട്. ഹൗലൈനി കാമിലൈനി, 2 കംപ്ലീറ്റ് ഇയേഴ്സ്, 2 പൂർണ്ണമായ വർഷം. അത്രയും കാലമാണ് കുട്ടികൾക്ക് മുലയൂട്ടേണ്ടത്. എന്നാൽ ഈ പീരീഡിനെ ഒരു അപ്പർ ലിമിറ്റായിട്ടാണ് പണ്ഡിതന്മാർ എടുത്തിരിക്കുന്നത്. കാരണം തുടർന്ന് അള്ളാഹു പറയുന്നത് ലിമൻ അറാദ അൻ യുതിമ്മ റളാഅ. ഇത് പൂർണ്ണമായ രീതിയിൽ മുലയൂട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കാണ്. ഇദ്ദ കഴിഞ്ഞ സ്ത്രീയുടെ ചെലവ് ഭർത്താവിൻ്റെ മേൽ നിർബന്ധമുള്ള കാര്യമല്ല. പക്ഷേ കുട്ടിക്ക് മുലയൂട്ടുന്ന സ്ത്രീയാണെങ്കിൽ അവരുടെ മുഴുവൻ ചെലവും ഭർത്താവിൻ്റെ ബാധ്യതയാണ്.
അതുകൊണ്ട് അള്ളാഹു പറയുന്നു വഅലൽ മൗലൂദി ലഹു റിസ്ഖുഹുന്ന വ കിസ്വത്തുഹുന്ന ബിൽ മഅറൂഫ്. കുട്ടി ആരുടേതാണോ അല്ലെങ്കിൽ കുട്ടിയുടെ അവകാശി ആരാണോ, അങ്ങനെ പറയാൻ കാരണം സ്ത്രീ മറ്റൊരു വിവാഹം ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ ഭർത്താവ് കുട്ടിയുടെ യഥാർത്ഥ അവകാശിയല്ല, ആദ്യത്തെ ഭർത്താവിൻ്റെത് തന്നെയാണ് കുട്ടി. ആ ഭർത്താവിൻ്റെ മേൽ നിർബന്ധമാണ് വഅലൽ മൗലൂദി ലഹു റിസ്ഖുഹുന്ന വ കിസ്വത്തുഹുന്ന ബിൽ മഅറൂഫ്. അവളുടെ ഭക്ഷണവും അവളുടെ വസ്ത്രവും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മേൽ ബാധ്യതയാണ്, നിർബന്ധമാണ്. ബിൽ മഅറൂഫ്, മഅറൂഫ് അനുസരിച്ച് കൊണ്ടുള്ള വസ്ത്രവും മഅറൂഫ് അനുസരിച്ച് കൊണ്ടുള്ള ഭക്ഷണവും നൽകണം. ലാ തുകല്ലഫു നഫ്സുൻ ഇല്ലാ വുസ്അഹ. ഒരു നഫ്സും അഥവാ ഒരു പേഴ്സണും അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ അപ്പുറത്ത് ഭാരം ചുമത്തപ്പെടാൻ പാടില്ല. അത് ആണാകട്ടെ പെണ്ണാകട്ടെ, ആരാണെങ്കിലും അവർക്ക് താങ്ങാത്ത ഭാരം അവരെ വഹിപ്പിക്കാൻ പാടില്ല. അതിനെ വിശദീകരിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു ലാ തുലാറ വാലിദത്തും ബി വലദിഹ. ഒരു മാതാവും കുട്ടി കാരണം പ്രയാസപ്പെടാൻ പാടില്ല. അതുപോലെ വലാ മൗലൂദുൻ ലഹു ബി വലദിഹി. ഒരു പിതാവും കുട്ടി കാരണം പ്രയാസപ്പെടരുത്. വഅലൽ വാരിഥി മിസ്ലു ദാലിക്. വാരിസിന് അഥവാ അനന്തരാവകാശിക്ക് ഭർത്താവില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന അഥവാ കുട്ടിയുടെ പിതാവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന മറ്റേതൊരു അനന്തരാവകാശി ഉണ്ടെങ്കിൽ അവർക്കും ഇതൊക്കെ നിർബന്ധമാണ്. ഇതൊക്കെ അവരുടെ മേലും ബാധ്യതയാണ്. ചെലവിന് കൊടുക്കുക എന്നുള്ളത്, മുലയൂട്ടുന്ന സ്ത്രീയുടെ ഭക്ഷണവും വസ്ത്രവും നൽകുക എന്നുള്ളത് അവരുടെ മേലും നിർബന്ധമാണ്. ഫൈൻ അറാദ ഫിസാലൻ അൻ തറാലി മിൻഹുമ വ തശാവുരിൻ ഫലാ ജുനാഹ അലൈഹിമ. ഇനി അവരുദ്ദേശിക്കുകയാണ് മുലയൂട്ടുന്ന പീരീഡ് കുറക്കണം, അത് നേരത്തെ നിർത്തണം എന്നൊക്കെ അവർ പരസ്പരം ഡിസ്കസ് ചെയ്തുകൊണ്ട് അവർ തീരുമാനിക്കുകയാണ്. അൻ തറാലിൻ, തൃപ്തിപ്പെട്ടുകൊണ്ടാണ് അവരുടെ തീരുമാനമെങ്കിൽ യാതൊരു കുഴപ്പവുമില്ല, അവർക്കങ്ങനെ ചെയ്യാം. വൈൻ അറത്തും അൻ തസ്തർലിഉ ഔലാദക്കും ഫലാ ജുനാഹ അലൈക്കും. ഇനി നിങ്ങൾ മറ്റൊരു സ്ത്രീയെ കൊണ്ട് മുലയൂട്ടാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെയുമാകാം, അതിനും കുഴപ്പമില്ല. ഇദാ സല്ലംതും മാ ആതൈതും ബിൽ മഅറൂഫ്. മഅറൂഫ് അനുസരിച്ചുകൊണ്ട് അവർക്ക് നൽകേണ്ടത് നിങ്ങൾ നൽകാൻ സമ്മതിക്കുകയാണെങ്കിൽ അങ്ങനെ മറ്റൊരു സ്ത്രീയെ മുലയൂട്ടാനായിട്ട് ഏൽപ്പിക്കാം. അവർക്കുള്ള ഭക്ഷണവും അവർക്കുള്ള വസ്ത്രവും അവർക്ക് എന്തൊക്കെ പേയ്മെൻ്റ് ഉണ്ടോ അതൊക്കെയും ഭർത്താവ് നൽകേണ്ടതാണ്. അങ്ങനെയും ഭാര്യയും ഭർത്താവും തമ്മിൽ അഥവാ ത്വലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീയും അവരുടെ മുൻ ഭർത്താവും തമ്മിൽ ധാരണയായിക്കൊണ്ട് പരസ്പരം തൃപ്തിയോടുകൂടെ അങ്ങനെയും തീരുമാനമെടുക്കാം. തുടർന്ന് അള്ളാഹു പറയുന്നത് വത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിന് തഖ്വയുള്ളവരാകൂ. വഅലമൂ, നിങ്ങൾ അറിയണം, അന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അവൻ കാണുന്നവനാണ്. കഴിഞ്ഞ രണ്ടായത്തിൻ്റെയും അവസാനത്തിൽ ഇതുപോലെയാണ് അള്ളാഹു അവസാനിപ്പിച്ചത്. തൊട്ടു മുമ്പിലുള്ള ആയത്തിൽ അള്ളാഹു പറഞ്ഞത് വല്ലാഹു യഅലമു വ അന്തും ലാ തഅലമൂൻ എന്ന്. അള്ളാഹു അറിയുന്നവനാണ്, നിങ്ങൾ അറിയുന്നവരല്ല. അതായത് വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീകൾ അവരുടെ ഇദ്ദ കഴിഞ്ഞ് ഇനി അവരുടെ ഭർത്താവിനെ വീണ്ടും വിവാഹം ചെയ്യാൻ അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ, ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ത്വലാഖാണെങ്കിൽ അവർക്ക് വീണ്ടും വിവാഹത്തിലൂടെ യോജിക്കാം. അങ്ങനെ അവർ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾ തടയരുത്. അവർക്ക് വീണ്ടും നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ ധരിച്ചുകൊണ്ട് നിങ്ങൾ തടയരുത്. കാരണം അള്ളാഹുവിനറിയാം, നിങ്ങൾക്കറിയില്ല. അള്ളാഹു പറഞ്ഞു അതാണ് അസുക്ക, അതാണ് ഏറ്റവും നല്ലത്, അവർക്ക് ഏറ്റവും നല്ലത്, നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അതാണ്. വത്തുഹറു, ഏറ്റവും സംശുദ്ധമായ സംഗതിയും അതാണ്. അതിനു മുമ്പുള്ള ആയത്തിൻ്റെയും അവസാനത്തിൽ അള്ളാഹു പറഞ്ഞത് വത്തഖുല്ല, നിങ്ങൾ അള്ളാഹുവിന് തഖ്വയുള്ളവരാകൂ. വഅലമു അന്നല്ലാഹ ബിക്കുല്ലി ഷൈഇൻ അലീം, അള്ളാഹു എല്ലാ കാര്യവും അറിയുന്നവനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ അള്ളാഹു പറഞ്ഞത് നിങ്ങൾ സ്ത്രീകളെ നല്ല രീതിയിലൊന്നെങ്കിൽ നിലനിർത്തണം, അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ മര്യാദ അനുസരിച്ച് അവരെ നിങ്ങൾ പിരിച്ചുവിടണം. അവരെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങളവരെ തടഞ്ഞു വെക്കരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സ്വന്തത്തോടാണ് നിങ്ങൾ അക്രമം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞതിൻ്റെ അവസാനത്തിൽ അള്ളാഹു പറഞ്ഞത് വത്തഖുല്ലാ വഅലമു അന്നല്ലാഹ ബിക്കുല്ലി ഷൈഇൻ അലീം, നിങ്ങൾ അള്ളാഹുവിന് തഖ്വയുള്ളവരാകൂ, അവൻ എല്ലാ കാര്യവും അറിയുന്നവനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന്. വിവാഹമോചിതയായ പ്രസവിച്ച സ്ത്രീക്ക് തൻ്റെ കുട്ടിയെ മുലയൂട്ടാനുള്ള അവകാശമുണ്ട് എന്ന് മാത്രമല്ല, ആ സമയത്ത് വസ്ത്രവും ഭക്ഷണവും എല്ലാം ഭർത്താവിൽ നിന്നും മുൻ ഭർത്താവിൽ നിന്നും ലഭിക്കാനുള്ള അവകാശവും അവർക്കുണ്ട്. മാത്രവുമല്ല, സ്ത്രീ മറ്റൊരു വിവാഹം ചെയ്യുന്നില്ലെങ്കിൽ
കുട്ടികളുടെ കസ്റ്റോഡിയൻഷിപ്പും അവർക്ക് വകതിരിവുണ്ടാകുന്നത് വരെ മാതാവിൻ്റെ അവകാശത്തിൽപ്പെട്ടതാണ്. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അങ്ങനെയാണ് വിധി നൽകിയിട്ടുള്ളത്. ഈ വിഷയത്തിലുള്ള ഷാഫി മദ്ഹബിൻ്റെ വിധിയെ വിശദീകരിച്ചുകൊണ്ട് ഫത്ഹുൽ മുഈനിൽ കാണാം, വൽ ഔലാ ബിൽ ഹലാനത്തി വഹിയ തർബിയത്തു മല്ല യസ്തഖില്ലു ഇല തംയീസി ഉമ്മുൻ ലം തസവ്വജ് ബിയാഖർ. കുട്ടിക്ക് വകതിരിവ് പ്രായമാകുന്നത് വരെ പരിപാലിക്കാൻ ഏറ്റവും അർഹത പുനർവിവാഹിതയല്ലാത്ത ഉമ്മക്കാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഉമ്മയുടെ ഉമ്മക്കാണ്, പിന്നെയാണ് പിതാവ്, പിതാവിൻ്റെ ഉമ്മ, സഹോദരി അങ്ങനെ വരുന്നത്. അതേസമയം വകതിരിവുള്ള കുട്ടികളുടെ കാര്യമാണെങ്കിൽ കുട്ടികൾ ആരുടെ കൂടെ നിൽക്കാനാണോ ഇഷ്ടപ്പെടുന്നത് അതിനനുസരിച്ചാണ് തീരുമാനിക്കുന്നത്. അടുത്ത 2 ആയത്തിൽ ഭർത്താവ് മരണപ്പെടുന്ന സ്ത്രീകളുടെ അഥവാ വിധവകളുടെ പുനർവിവാഹവുമായി ബന്ധപ്പെടുന്ന വിഷയമാണ് പറയുന്നത്. ആദ്യം അല്ലാഹു പറയുന്നത് അവരുടെ ഇദ്ദയെക്കുറിച്ചാണ്. വല്ലദീന യുതവഫൗന മിൻകും വയദറൂന അസുവാജ, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ, ഭാര്യമാർ ഹയാത്തിലായിക്കൊണ്ട് മരണപ്പെടുകയാണെങ്കിൽ, യതറബ്ബസുന ബി അൻഫുസിഹിന്ന അർബഅത അശ്ഹുറിൻ വഅശ്റ, ആ ഭാര്യമാരുടെ മേൽ ഒരു വെയിറ്റിംഗ് പീരീഡ് നിർബന്ധമുണ്ട്. അവർ 4 മാസവും 10 ദിവസവും ഇദ്ദ ആചരിക്കണം. അവരവരുടെ കാര്യത്തിൽ വെയിറ്റ് ചെയ്യണം. അർബഅത അശ്ഹുറിൻ വഅശ്റ, 4 മാസവും 10 ദിവസവും. ഫൈദാ ബലഗ്ന അജ്ലഹുന്ന ഫലാ ജുനാഹ അലൈക്കും ഫീമാ ഫഅൽന ഫി അൻഫുസിഹിന്ന ബിൽ മഅറൂഫ്. അവരുടെ ആ അവധി എത്തിക്കഴിഞ്ഞാൽ, 4 മാസവും 10 ദിവസവും എന്ന അവധി എത്തിക്കഴിഞ്ഞാൽ അവരുടെ കാര്യത്തിൽ അവർ തീരുമാനമെടുക്കുന്നതിൽ, അഥവാ അവരുടെ വിവാഹത്തിൻ്റെ വിഷയത്തിൽ അവർ തന്നെ തീരുമാനമെടുത്ത് അവരാരെങ്കിലും വിവാഹം ചെയ്യുന്നതിൽ യാതൊരു അപരാധവുമില്ല. അഥവാ അവരങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അവരുടെ തന്നെ തീരുമാനമായിരിക്കണം, അവരുടെ തന്നെ ഇഷ്ടമായിരിക്കണം. അവരുടെ ഇഷ്ടത്തിനോ തീരുമാനത്തിനോ എതിരായിക്കൊണ്ട് അവരുടെ വലിയന് യാതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുമാണ്. അഥവാ അവരെങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ ചെയ്യുന്നതിൽ യാതൊരു അപരാധവുമില്ല. മഅറൂഫ് അനുസരിച്ചുകൊണ്ട്, ബിൽ മഅറൂഫ്, മഅറൂഫ് അനുസരിച്ചുകൊണ്ട്, മര്യാദ അനുസരിച്ചുകൊണ്ട്, നല്ല രീതി അനുസരിച്ചുകൊണ്ട്, കോമൺലി റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള നന്മകൾ, അതുപോലെ ഇസ്ലാം നിർബന്ധമാക്കിയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെയൊക്കെ ഉള്ളിൽ നിന്നുകൊണ്ട് അവരുടെ കാര്യത്തിലൊരു തീരുമാനമെടുക്കുന്നതിൽ, അവരുടെ വിവാഹകാര്യം അവർ തന്നെ തീരുമാനിക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അറിയുന്നവനാണ്, ഖബറുള്ളവനാണ്, എല്ലാത്തിനെക്കുറിച്ചുമുള്ള കൃത്യമായ വിവരമുള്ളവനാണ്. തുടർന്ന് അള്ളാഹു പറയുന്നത് അവരെ വിവാഹാലോചന നടത്തുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. വിധവകളായ സ്ത്രീകളെ അവരുടെ ഇദ്ദകാലത്ത് നിങ്ങൾ നിക്കാഹ് ചെയ്യരുത്. അതേസമയം നിങ്ങൾക്ക് വിവാഹാലോചന നടത്താം, അത് ഏത് രീതിയിൽ നടത്താം എന്നുള്ളതിനെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. വലാ ജുനാഹ അലൈക്കും ഫീമ അറൽത്തും ബിഹി മിൻ ഖിത്ബത്തിൻ നിസാ, സ്ത്രീകളെ വിവാഹാലോചന വളരെ വ്യംഗ്യമായിട്ട് അവർക്കൊരു സൂചന മാത്രം നൽകാം. ഔ അക്നന്തും ഫി അംഫുസിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ചിന്ത, അവരെ വിവാഹം കഴിക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹം ഒളിപ്പിച്ചു വെക്കാം. അലിമല്ലാഹു അന്നക്കും സതദ്കുറൂനഹുന്ന, അള്ളാഹുവിന് അറിയാം നിങ്ങൾ അവരെ ഓർത്തേക്കും. വലാക്കിൻ, എന്നാലും ലാ തുആഹിദൂന്ന സിറൻ ഇല്ലാ അൻ തഖൂലു ഖൗലൻ മഅറൂഫ, ഇദ്ദയുടെ കാലത്ത് അവരുമായിട്ട് രഹസ്യമായിട്ട് ഒരു കരാറിലും നിങ്ങൾ ഏർപ്പെടരുത്. ഇല്ലാ അൻ തഖൂലു ഖൗലൻ മഅറൂഫ, നല്ല മര്യാദയുടെ വാക്കുകൾ, നല്ല രീതിയിൽ മഅറൂഫ് അനുസരിച്ചുകൊണ്ട് അവരോട് സംസാരിക്കുക എന്നുള്ളതല്ലാതെ, നല്ല രീതിയിൽ അവരോട് സംസാരിക്കുക. അവർക്ക് ഇൻഡയറക്റ്റ്ലി സൂചന നൽകണമെങ്കിൽ സൂചന നൽകാം. വലാ തഅസിമു ഉഖ്ദത്തൻ നിക്കാഹി ഹത്താ യബ്ലുഗൽ കിതാബു അജ്ല, നിങ്ങൾ അവരുമായിട്ട് നിക്കാഹ് ബന്ധം സ്ഥാപിക്കാൻ ഉറപ്പിക്കരുത്. ഹത്താ യബ്ലുഗൽ കിതാബു അജ്ല, ഇവിടെ കിതാബ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അവരുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ള ഇദ്ദയാണ്. ആ ഇദ്ദ അതിൻ്റെ പൂർണ്ണതയിലെത്താതെ നിങ്ങൾ അവരുമായിട്ട് നിക്കാഹ് ബന്ധം ഉറപ്പിക്കരുത്, നിക്കാഹ് ബന്ധത്തിന് തുനിയരുത്. വഅലമു, നിങ്ങൾ അറിയുക, അന്നല്ലാഹ യഅലമു മാഫി അൻഫുസിക്കും, നിങ്ങളുടെ മനസ്സുകളിലുള്ളതൊക്കെ അള്ളാഹു അറിയുന്നവനാണ്. ഫഹ്ദറൂഹു, അതുകൊണ്ട് അവനെ നിങ്ങൾ സൂക്ഷിക്കുക, അവനെക്കുറിച്ച് നിങ്ങൾ കോൺഷ്യസ് ആകുക. അവൻ അറിയുന്നവനാണ്, കാണുന്നവനാണ്, കണ്ടുകൊണ്ടേ ഇരിക്കുന്നവനാണ്. അതുകൊണ്ട് അവനെക്കുറിച്ച് നിങ്ങൾ കോൺഷ്യസ് ആകണം, ബോധവാനാകണം. വഅലമു, നിങ്ങൾ മനസ്സിലാക്കണം, അന്നല്ലാഹ ഗഫൂറുൻ ഹലീം, അള്ളാഹു ഗഫൂറുമാണ്, ഹലീമുമാണ്.
നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ആഗ്രഹം സൂക്ഷിക്കാം, അവരുമായിട്ട് വിവാഹാലോചന നടത്തുന്ന വിവാഹത്തെക്കുറിച്ചുള്ള ചിന്തയൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ സൂക്ഷിക്കാം, അതൊക്കെ അവൻ പുറത്തു തരും. അവൻ ഗഫൂറാണ്. അതുപോലെ ചെറിയ വീഴ്ചകളൊക്കെ അവൻ വിട്ടുതരും. അവൻ ഹലീമാണ്, ദയുള്ളവനാണ്. അതുകൊണ്ട് നിങ്ങൾ അറിയണം, അവൻ ഗഫൂറും ഹലീമുമാണ്. അവൻ നിങ്ങളെ കാണുന്നവനാണ്. അതുകൊണ്ട് അവൻ്റെ നിയമം നിങ്ങൾ സൂക്ഷിക്കണം. അവൻ നിർണയിച്ച പരിധികൾ നിങ്ങൾ പാലിക്കണം. യുദ്ധകാലയളവിൽ അവരുമായിട്ട് നിക്കാഹ് ബന്ധത്തിന് നിങ്ങൾ തുനിയരുത്. ഇനി വരുന്ന 2 ആയത്തിൽ കൂടി ത്വലാഖിൻ്റെ വിഷയം തന്നെയാണ് അള്ളാഹു സംസാരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.